അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ആദ്യത്തെ സ്കന്ധം, രണ്ടാമത്തെ അധ്യായം. ഗ്രന്ഥസംഖ്യാനിരൂപണം. സൂത ഉവാച. ധന്യോഹമതിമാന്യോഹം പാവിതോഹം മഹാത്മഭി യൽപൃഷ്ടം സുമഹൽപുണ്യം പുരാണം വേദവിശ്രുതം. തദഹം സംപ്രവക്ഷ്യാമി സർവശ്രുത്യർത്ഥസമ്മതം രഹസ്യം സർവശാസ്ത്രാണാം ആഗമാനാമനുത്തമം. നത്വാ തൽപദപങ്കജം സുലളിതം മുക്തിപ്രദം യോഗിനാം ബ്രഹ്മാദ്യൈരപി സേവിതം സ്തുതിപരൈർധ്യേയം മുനീന്ദ്രൈ സദാ. വക്ഷ്യാമ്യദ്യ സവിസ്തരം ബഹുരസം ശ്രീമൽപുരാണോത്തമം ഭക്ത്യാ സർവരസാലയം ഭഗവതി നാംനാ പ്രസിദ്ധം ദ്വിജാം. യാ വിദ്യേത്യഭിധീയത്തെ ശ്രുതിപഥേ ശക്തി സദാദ്യാപരാ സർവജ്ഞാ ഭവബന്ധഛിത്തി നിപുണാ സർവാശ്രയേ സംസ്ഥിത ദുർജ്ഞേയ സുദുരാത്മഭിശ്ച മുനിഭിർധ്യാനാസ്പദം പ്രാപിതാ പ്രത്യക്ഷ ഭവതീഹ സാ ഭഗവതി സിദ്ധിപ്രദാ സ്യാൽ സദാ. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവവിശ്വജനനീം മനസാ സ്മരാമി. ബ്രഹ്മാ
സൃജത്യഖിലമേതദിതി പ്രസിദ്ധം പൗരാണികൈശ്ച കഥിതം ഖലു വേദവിദ്ഭിः വിഷ്ണോസ്തു നാഭികമലേ കില തസ്യ ജന്മ തൈരുക്തമേവ സൃജത്തെ നഹി സ സ്വതന്ത്ര. വിഷ്ണുസ്തു ശേഷശയനേ സ്വപിതീതി കാലേ തന്നാഭിപത്മമുകുളേ ഖലു തസ്യ ജന്മ ആധാരതാം കില ഗതോത്ര സഹസ്രമൗലി സംബോധ്യതാം സ ഭഗവാൻ ഹി കഥം മുരാരി. ഏകാർണവസ്യ സലിലം രസരൂപമേവ പാത്രം വിനാനഹി രസസ്ഥിതിരസ്തി കച്ചിൽ യാ സർവഭൂതവിഷയേ കില ശക്തിരൂപ താം സർവഭൂതജനനീം ശരണം ഗതോസ്മി. യോഗനിദ്രാമീലിതാക്ഷം വിഷ്ണും ദൃഷ്ട്വാംബുജേ സ്ഥിത അജസ്തുഷ്ടാവയാം ദേവീം താമഹം ശരണം ഗത. തം ധ്യാത്വാ സഗുണാം മായാം മുക്തിദാം നിർഗുണാം തഥാ വക്ഷ്യേ പുരാണമഖിലം ശൃണ്വന്തു മുനയസ്ത്വിഹ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം അതിൽ പ്രഥമസ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായത്തിലെ 1 മുതൽ 10 കൂടിയുള്ള 10 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത്. അതിനെയാണ് ഭാഷാഗാനമായി നതോന്നത വൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. അത്യന്തം ധന്യനായി ഞാൻ അതിലേറെ മാനിതനായി അങ്ങയെ പോലുള്ളവരാൽ പരിശുദ്ധനായി അതിപുണ്യം പകരുന്ന വേദവിശ്രുതമായുള്ള അപദാനം പാടാൻ എന്നോടാവശ്യപ്പെട്ടു. സർവവേദാർത്ഥ സമമ ആ പുരാണത്തെ കുറിച്ച് സന്തോഷമായി ഞാനും നിങ്ങളോടു പറയാം. സർവശാസ്ത്രങ്ങളിൽ വെച്ചു രഹസ്യമായിട്ടുള്ളതും സർവ ആഗമങ്ങളിലും അത്യുത്തമവും സുലളിതം മുക്തിപ്രദം ബ്രഹ്മാദികൾക്കു സുസേവ്യം സ്തുതിക്കും മുനിമാർക്കെന്നും ധ്യാനയോഗ്യവും സദാ മുക്തിസ്ഥാനമായ പാദപങ്കജം നമിച്ചു സർവരസങ്ങൾക്കും ഇരിപ്പിട ആയുള്ള സകല പുരാണത്തിലും ഉത്തമവുമായിട്ടുള്ള സാക്ഷാൽ ഭഗവതി നാമ പ്രസിദ്ധമായ സത്യമായ പുരാണത്തെ ഭക്തിയോടെ വിസ്തരിക്കാം സർവമുനി വൃന്ദമേ ഞാൻ സന്തോഷപൂർവം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ആരെയാണോ വേദങ്ങളിൽ വിദ്യയായി സങ്കല്പം ചെയ്തു ആരാണോ പരാശക്തിയായി വിളങ്ങിടുന്നു ആർക്കാണോ സർവജ്ഞത്വവും സംസാരത്തിൻ ദുഃഖങ്ങളെ ആദിമൂലം നശിപ്പിക്കാൻ സാമർഥ്യം താനും ആരാണോ അന്തര്യാമിയ എല്ലാത്തിലും മിന്നിടുന്നു ആരെയാണോ ദുരാത്മാക്കൾ
അറിയാത്തതും ആരണ്യകം തന്നിൽ മുനി വൃന്ദം പ്രത്യക്ഷമാക്കുമ ആദ്യയായ ഭഗവതി സിദ്ധിപ്രദതാൻ അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്ര ഭഗവതി, അമ്മേ ശരണം. സദസദാത്മകമായ വിശ്വത്തിനെ സൃഷ്ടിക്കുകയും സ്വശക്തിയാൽ പരിപാലിക്കുകയും ചെയ്യും. സർവം തന്നിലടക്കിയും രമിക്കുന്ന ഏകയായ സർവജഗന്മാതാവിനെ സ്മരിക്കുന്നു ഞാൻ. വിശ്വത്തെ സൃഷ്ടിക്കുന്നതു ബ്രഹ്മാവാണെന്നു പ്രസിദ്ധം വേദജ്ഞരോ ആ വിധത്തിൽ പറഞ്ഞിടുന്നു. വിഷ്ണുവിൻ്റെ നാഭിപത്മത്തിൽ നിന്നുണ്ടായ താൻമുഖൻ, വിഷ്ണുവിൻ്റെ നാഭിപത്മത്തിൽ നിന്നുണ്ടായ താൻമുഖനും വിഷ്ണുവിൻ്റെ ആജ്ഞ പോലെ സൃഷ്ടി ചെയ്യുന്നു. നാരായണ നാഗശായി ഉറങ്ങുന്ന സമയത്തു നാഭിപത്മത്തിൽ നിന്നും ബ്രഹ്മാവുണ്ടായി. നാഭിപത്മത്തിങ്കൽ നിന്നും ബ്രഹ്മാവുണ്ടായി. താൻമുഖനു ആധാരമോ സഹസ്രമൗലിയാം വിഷ്ണു നാരായണനെങ്ങിനെ സൃഷ്ടിക്കു സാധിക്കും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജലമയമായി ലോകം കൽപ്പകാലം കടൽ പോലെ ജലമോരസ്വരൂപം താൻ എങ്ങനെ നിൽക്കും? ജനനിയോ ജലത്തിനെ താങ്ങി നിർത്തി സ്ഥിതി ചെയ്യൂ. ജനനിയെ ഞാനും ശരണം പ്രാപിക്കുന്നു. താദശായി നാരായണ യോഗനിദ്രയിൽ മുഴുകി നാൻമുഖനോ കമലത്തിൽ ഇരുന്നും കൊണ്ട് നയനങ്ങൾ പൂട്ടിയേതു ദേവിയെ സ്തുതി ചെയ്തുവോ. നമിക്കുന്നു ആ ദേവിയെ ഭക്തിയാൽ ഞാനും. മായാമയ്യായ ദേവി സഗുണസ്വരൂപയല്ലോ. മുക്തിപ്രദയാണെങ്കിലും നിർഗുണ തന്നെ. മഹാദേവിയെ ധ്യാനിച്ചു പുരാണങ്ങൾ വിസ്തരിക്കാം. മുനിമാരെ നിങ്ങളതു കേൾക്കുകയെല്ലാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, ഗാണി ശരണം, കാളി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.
ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. അമ്മയെ അറിയാൻ എന്ന ദേവീ ഭാഗവത ജ്ഞാനയജ്ഞം ഇന്ന് 28ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 2ാമത്തെ അധ്യായത്തിൽ ഗ്രന്ഥസംഖ്യാനിരൂപണം എന്നുള്ള ആ അധ്യായത്തിലെ ആദ്യത്തെ 10 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. 1ാമത്തെ അധ്യായത്തിൽ ശൗനകൻ്റെ ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി സൂത പൗരാണികൻ ശ്രീമദ് ദേവി ഭാഗവതത്തെക്കുറിച്ച് പറയാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പം അവരുടെ ചോദ്യത്തെ പൂർണ്ണമായും ആദരിച്ചും കൊണ്ട് അതിലെ സന്തോഷം പൂർണ്ണമായി പങ്കുവെച്ചും കൊണ്ട് സൂതൻ പറഞ്ഞു തുടങ്ങുന്നു. ധന്യോഹം അതിമാന്യോഹം, ഞാൻ ധന്യനായി അത്യധികം മാനിതനുമായി. പാവിതോഹം മഹാത്മഭി, ഞാൻ മഹാത്മാക്കളായ നിങ്ങളാൽ പരിശുദ്ധനുമാക്കപ്പെട്ടു. എന്താ അതിന് കാരണം? യൽ പൃഷ്ടം സുമഹൽപുണ്യം പുരാണം വേദവിശ്രുതം, പുണ്യപ്രദമായ അതിമഹത്വമേറിയ വേദത്തെ പോലെ വിശ്രുതമായ പ്രസിദ്ധിയുള്ള പുരാണകഥ പറയാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു. യൽ പൃഷ്ടം, എന്നോട് ചോദിച്ചു. അതാണ് എന്നെ ധന്യനാക്കിയത്, എന്നെ മാന്യനാക്കിയത്, എന്നെ പരിശുദ്ധനാക്കിയത്. തദഹം സംപ്രവക്ഷ്യാമി, ഞാനതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സർവശ്രുത്യർത്ഥസമ്മതം, സർവവേദാർത്ഥങ്ങൾക്കും ശ്രുതികൾക്കും അതിൻ്റെ ആ ശ്രുതികളുടെ അർത്ഥങ്ങൾക്ക് തുല്യമായിരിക്കുന്ന രഹസ്യമായ ആ പുരാണത്തെക്കുറിച്ച് സർവശാസ്ത്രാണാം ആഗമാനാം അനുത്തമം, രഹസ്യവും സർവശാസ്ത്രങ്ങളിലും ആഗമങ്ങളിലും വെച്ച് അത്യുത്തമവുമായിരിക്കുന്ന അനുത്തമമായിരിക്കുന്ന ആ ഭാഗവതത്തെക്കുറിച്ച്, ആ പുരാണത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നത്വാ തത്പദപങ്കജം സുലളിതം മുക്തിപ്രദം യോഗിനാം ബ്രഹ്മാദ്യൈരപി സേവിതം സ്തുതിപരൈർധ്യേയം മുനീന്ദ്രൈ സദാ വക്ഷ്യാമ്യദ്യ സവിസ്തരം ബഹുരസം ശ്രീമൽപുരാണോത്തമം ഭക്ത്യാ സർവരസാലയം ഭഗവതി നാംനാ പ്രസിദ്ധം ദ്വിജാ. വളരെ ലളിതമാണ്, യോഗികൾക്ക് മുക്തിയെ നൽകുന്നതാണ്. ബ്രഹ്മാദ്യൈരപി, ബ്രഹ്മാദിദേവന്മാർ പോലും സേവിക്കപ്പെടുന്നതാണ്. സ്തുതിപരൈർധ്യേയം, സ്തുതിക്കുന്ന മുനിശ്രേഷ്ഠന്മാർക്ക് സദാ ധ്യേയമായിരിക്കുന്ന ധ്യാനിക്കത്തക്കതായിരിക്കുന്ന പാദപങ്കജത്തെ നമസ്കരിച്ചും കൊണ്ട് നത്വാ തത്പദപങ്കജം, ആ പാദപങ്കജങ്ങളെ, ആ പാദാരവിന്ദങ്ങളെ നമസ്കരിച്ചും കൊണ്ട് വക്ഷ്യാമ്യദ്യ, അദ്യ വക്ഷ്യാമി, ഞാനിപ്പോൾ പറയാം, സവിസ്തരം, വളരെ വിസ്തരിച്ച്, ബഹുരസം, എല്ലാ രസങ്ങളും നിറഞ്ഞതും, ശ്രീമൽ പുരാണോത്തമം, പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും, എല്ലാ തരത്തിലും ഭഗവതീ നാമം കൊണ്ട് പ്രസിദ്ധവും, ഭഗവതീ നാംനാ പ്രസിദ്ധം, സർവരസാലയം, അങ്ങനെയുള്ള ആ പുരാണത്തെ ഭക്തിയോടെ ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം. ഭക്തിയാ സവിസ്തരം അദ്യ വക്ഷ്യാമി, ഞാനിപ്പോൾ പറഞ്ഞു തരാം. നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അത് പറയാൻ തുടങ്ങുകയാണ്. യാ വിദ്യേത്യഭിധീയതേ ശ്രുതിപഥേ ശക്തി സദാദ്യാപര സർവജ്ഞാ ഭവബന്ധഛിത്തി നിപുണ സർവാശയേ സംസ്ഥിത ദുർജ്ഞേയ സുദുരാത്മഭിശ്ച മുനിഭിർധ്യാനാസ്പദം പ്രാപിത പ്രത്യക്ഷ ഭവതി ഹസ ഭഗവതി സിദ്ധിപ്രദാ സ്യാൽ സദാ. യാ വിദ്യേത്യഭിധീയത്തെ, ആരെയാണോ വിദ്യ എന്ന്
വേദങ്ങളിൽ ശ്രുതിപഥേ വിദ്യ ഇതി അഭിധീയത്തെ, വേദങ്ങളിൽ വിദ്യാസ്വരൂപിണിയായി ആരെ കൽപ്പിച്ചിരിക്കുന്നുവോ, ആരാണോ ആ സർവജ്ഞത്വവും സംസാര ദുഃഖത്തെ നശിപ്പിക്കാൻ സാമർഥ്യവുമുള്ളത്, ശക്തി സദാദ്യാപരാ സർവജ്ഞ ഭവബന്ധക്ഷിത്തി നിപുണ, ഭവബന്ധങ്ങളെ സംസാരബന്ധങ്ങളെ മുറിച്ചുകളയാൻ നൈപുണ്യമുള്ളവളും, സർവാശയെ സംസ്ഥിത എല്ലാത്തിലും അന്തര്യാമിയായി മിന്നിത്തിളങ്ങുന്നതും, ദുർജ്ഞേയ സുദുരാത്മഭിഷ്ട ദുരാത്മാക്കൾക്ക് ആരെയാണോ മനസ്സിലാക്കാൻ സാധിക്കാത്തത്, മുനിഭിർ ധ്യാനാസ്പദം പ്രാപിത ആരാണോ ധ്യാനിക്കുന്ന മുനിമാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ അനുഗ്രഹിക്കുന്നത്, പ്രത്യക്ഷാ ഭവതീഹ സാ ഭഗവതി അങ്ങനെയുള്ള ആ ഭഗവതി സിദ്ധിപ്രദാ സ്യാൽ സദാ സദാ സിദ്ധിപ്രദയായി തീരട്ടെ എന്ന് പറയുന്നു. സൃഷ്ടുവാഖിലം ജഗതിതം സദസത്സ്വരൂപം, സദസത്സ്വരൂപം സത്തും അസത്തും സദസദാത്മകമായ ഈ ജഗത്തിനെ, ഇതം ജഗത്ത് സൃഷ്ടുവ അഖിലം സൃഷ്ടുവ ഈ ജഗത്ത് മുഴുവൻ സൃഷ്ടിച്ചിട്ട് ത്രിഗുണാത്മകമായ തൻ്റെ ശക്തി കൊണ്ട് ഈ വിശ്വത്തെ പരിപാലിക്കുന്നു. അതേപോലെ തന്നെ കൽപ്പകാലത്തിൽ എൻ്റെ അവസാനത്തിൽ ഇതെല്ലാം തന്നിലേക്ക് അടക്കി രമിക്കുകയും ചെയ്യുന്നു. അതാരാണ്? അതാണ് താം സർവവിശ്വജനനിം മനസാ സ്മരാമി തഥൈക, ഏകയായ ആ വിശ്വജനനിയെ സർവവിശ്വജനനിം മനസാ സ്മരാമി ഞാൻ മനസ്സാ സ്മരിക്കുന്നു. ബ്രഹ്മാസൃജത്യഖിലമേതദിതി പ്രസിദ്ധം, ബ്രഹ്മാവാണ് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നത് എന്ന് വളരെ പ്രസിദ്ധമാണ്. പൗരാണികൈശ്ച കഥിതം ഖലു വേദവിദ്ഭി, വേദജ്ഞന്മാരായ പൗരാണികന്മാർ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണോസ്തു നാഭികമലേ, വിഷ്ണുവിൻ്റെ പൊക്കിൾക്കൊടിയിലുള്ള താമരയിൽ കില തസ്യ ജന്മ, ഒരിക്കൽ അദ്ദേഹം ജനിച്ചു. തൈരുക്തമേവ സൃജതേ നഹിസ സ്വതന്ത്ര, ആ വിഷ്ണുവിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഇദ്ദേഹം ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വതന്ത്രനല്ല, പാരതന്ത്ര്യമുണ്ട്, മറ്റൊരാളുടെ കീഴിലാണ് എന്ന് ചുരുക്കം. എന്നാൽ വിഷ്ണുവോ വിഷ്ണുസ്തു ശേഷശയനേ സ്വപിതീതി കാലേ, വിഷ്ണുവോ ആദിശേഷനാകുന്ന ശേഷശയനെ ആദിശേഷനാകുന്ന അനന്തനാകുന്ന തൽപ്പത്തിൽ കിടന്ന് ഉറങ്ങുന്നു. തന്നാഭിപത്മമുകളേ ഖലു തസ്യ ജന്മ, ആ വിഷ്ണുവിൻ്റെ നാഭീപത്മത്തിൽ നിന്നാണ് ബ്രഹ്മാവിൻ്റെ ജനനം. ആധാരതാം കില ഗതോത്ര സഹസ്രമൗലി, അപ്പോൾ അദ്ദേഹത്തിന് ആശ്രയം ഇവിടെ ആ സഹസ്രമൗലിയായ വിഷ്ണുവാണ്. അങ്ങനെയെങ്കിൽ മുരാരിയായ ആ ഭഗവാൻ എങ്ങനെ സൃഷ്ടി നടത്താൻ സാധിക്കും? സംബോധ്യതാം സ ഭഗവാൻ ഹി കഥം മുരാരി. ഏകാർണവസ്യ സലിലം രസരൂപമേവ, കൽപ്പകാലത്ത് ഈ എങ്ങും ജലമായിട്ട് തീരും, സർവം ജലം, ജലമല്ലാതെ ഒന്നുമില്ല. ഒരു കടൽ പോലെ ഒരൊറ്റ കടലാവും ഈ ലോകം മുഴുവൻ. ആ ജലമോ രസരൂപമാണ്. രസാത്മകമായ ജലം ഒരു പാത്രം, ഒരു ആധാരമില്ലാതെ എങ്ങനെ അതിന് നിൽക്കാൻ സാധിക്കുക? ശക്തിയാണ് അതിനെ നിലനിർത്തുന്നത്. യാ സർവഭൂത വിഷയേ കില ശക്തിരൂപ താം സർവഭൂതജനനിം ശരണം ഗതോസ്മി. അങ്ങനെ എല്ലാ ഭൂതരാശികളിലും ശക്തിസ്വരൂപിണിയായി മിന്നിത്തിളങ്ങുന്ന ആ അമ്മയെ, ആ ജനനിയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. അഹം ശരണം ഗതോസ്മി, ഞാനിതാ ശരണം പ്രാപിക്കുന്നു. യോഗനിദ്രാമീലിതാക്ഷം വിഷ്ണും ദൃഷ്ടു അംബുജേ സ്ഥിത അജസ്തുഷ്ടാവയാം ദേവീം താമഹം ശരണം ഗത. യോഗനിദ്രാമീലിതാക്ഷം, യോഗനിദ്രയിൽ മുഴുകി കണ്ണുകൾ അടച്ചിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടിട്ട് ബ്രഹ്മാവ് അംബുജേ സ്ഥിത, അവിടെ താമരയിലിരുന്നു കൊണ്ട് അജസ്തുഷ്ടാവ, അജൻ സ്തുതിച്ചു. ആരെ? യാം ദേവീം, ഏതൊരു ദേവിയാണോ സ്തുതിച്ചത് ആ ദേവിയെ താമഹം ശരണം ഗത, ഞാൻ ആ ദേവിയെ ശരണം പ്രാപിക്കുന്നു. താം ധ്യാത്വാ സഗുണാം മായാം മുക്തിദാം നിർഗുണാം തഥാ വക്ഷ്യേ പുരാണമഖിലം ശൃണ്വന്തു മുനയസ്തുഹ.
സഗുണസ്വരൂപിയായി മായാമയായിരിക്കുന്ന മുക്തിപ്രദയായ അമ്മ സത്യത്തിൽ നിർഗുണയാണ്. അങ്ങനെയുള്ള ആ ദേവിയെ ധ്യാനിച്ച് പുരാണമഖിലം വക്ഷ്യേ, എല്ലാ പുരാണങ്ങളെയും ഞാൻ പറയാം. ശൃണ്വന്തു മുനയസ്തുഹ, നിങ്ങൾ അല്ലയോ മുനിമാരെ, നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇതിനെ കേൾക്കൂ എന്ന് പറയുന്ന 10ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ, അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.